ഗൗരിയുടെ പഴയ വീഡിയോസിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും BPD കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആൾക്കാർ കുറെ കൂടെയൊക്കെ സപ്പോർട്ടീവായിട്ടാണ് കമന്റ് സെക്ഷൻ എന്ന സൈബർ സ്പേസിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. പ്രശ്നമായതിനു ശേഷമാണ് ആ കമന്റിന്റെ സ്വഭാവം. ഇത്രയും പാടുപെട്ട് ആരാ ഈ ബാക്കിൽ പോയി കമന്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് അത് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മനസ്സ് വരികയും ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന്റെ രൂപത്തിലെ പാട്ട് വരുമ്പോൾ ഈ സെയിം മോബ് തന്നെ വേറൊരു സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നുണ്ട്? അത് സെയിം മോബല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ്. നമ്മുടെ സൊസൈറ്റിയിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. നമ്മൾ ഓരോ വർക്ക് ഇറക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതെത്തുന്നത് പല പല ടൈപ്പ് ഓഫ് ആളുകളിലേക്കാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പാട്ട് റിലീസായി കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ട് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ യാഥാസ്ഥിതിക ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലത്തോട്ട് ഇത് ചെന്ന് പെട്ടു എന്നുള്ളതാണ്. അപ്പം അത്രയും നാള് നമ്മളിപ്പോൾ ഓരോ പാട്ട് ഇറക്കുമ്പോഴും അത്രയും നാള് ആസ് എൻ ആർട്ടിസ്റ്റ് എങ്ങനത്തെ വർക്കുകളാണ് ഞാൻ റിലീസ് ചെയ്യുന്നത് എന്ന് വളരെ ബോധമുള്ളൊരു ക്രൗഡിലേക്കാണ് നമ്മുടെ പാട്ടിലെല്ലാം എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കിത് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ കേൾക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂസ് ചാനൽ വഴി ഒരു കാര്യം പുറത്തേക്ക് പോകുമ്പോൾ അത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നം മാത്രമാണ്. അതിപ്പം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞാൽ ഇപ്പോൾ ഈ അതിനെക്കുറിച്ച് മെയിനായിട്ടും സംസാരിച്ച് പുറത്തു വന്ന ജോഷ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് വരുന്നത്. അത് പെർട്ടിക്കുലർലി ഫോളോ ചെയ്യുന്ന ആളുകളുടെ ദുഃഖം കേൾക്കാൻ വേണ്ടി അങ്ങനെ തന്നെ അത് കേട്ട് ഓക്കെ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ദുഃഖമാണ് എന്നുള്ള രീതിയിൽ ആശ്വസിക്കുന്ന അങ്ങനെ എങ്ങനെയൊക്കെയോ കുറെ ആളുകൾ സമാധാനപ്പെടുന്ന അങ്ങനത്തെ ഒരു ഓഡിയൻസ്, അങ്ങനത്തെ ഒരു സ്പേസ് ആണ്. എല്ലാവരും വന്ന് അവരവരുടെ പ്രശ്നം പറയുന്നു. അപ്പൊ എനിക്ക് മാത്രമല്ല പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള കുറെ ആളുകളിലേക്കാണ് അങ്ങനെയുള്ള കോൺവെർസേഷൻസ് പോയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൗഡിലേക്ക്, ഒട്ടും കേട്ട് ശീലമില്ലാത്തൊരു ക്രൗഡിലേക്ക് എത്തിപ്പെട്ടു. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതുള്ളൂ. എന്ത് സ്ട്രാറ്റജി എന്നൊക്കെ വേർഡ് യൂസ് ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ ചോദിക്കാം, റിയാക്ഷൻ എങ്ങനെ റിയാക്ട് ചെയ്തിട്ടാണോ അതോ ഇഗ്നോർ ചെയ്തിട്ടാണോ ഈ ഒരു ഇഷ്യൂസിനെയൊക്കെ കടന്നു വരുന്നത് ഗൗരി ലക്ഷ്മി? ഇഗ്നോർ ചെയ്തിട്ടില്ല. അത് ഉണ്ടെന്നുള്ളത് നമ്മൾ ഉണ്ട്. അതിപ്പം ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് അത്രയും ലൗഡായിരുന്നല്ലോ. ആ ഒരു അവിടെ നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് വരുന്ന ഹെയ്റ്റ് എന്ന് പറയുന്നത്, ആ ഹെയ്റ്റ് തന്നെ പറയണം. ഹെയ്റ്റ് എന്ന് പറയുന്നത് വളരെ റിയലായിട്ട് ഞാൻ ഫേസ് ചെയ്യാണ്. കാരണം കാര്യം ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫോണിനകത്ത് മാത്രമുള്ളൊരു സാധനമാണെങ്കിൽ നമ്മൾ ഡെയിലി കട്ടിലിരിക്കുമ്പോഴും സോഫയിലിരിക്കുമ്പോഴും അടുക്കളയിരിക്കുമ്പോഴും പുറത്തുള്ളപ്പോഴൊക്കെ ഇതിനകത്ത് നമ്മുടെ വേൾഡിൻ്റെ ഭാഗമാണത്. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു വേൾഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ ആളുകൾ അത്രയും അബ്യൂസീവായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്കെതിരെ സംസാരിക്കുമ്പം ഇറ്റ് ഹേർട്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി കുറച്ച് ദിവസം മാറി നിന്നു, ഒന്ന് വായിക്കാണ്ടൊക്കെ മാറിയിരുന്ന് എന്താണ് എനിക്കിപ്പോഴും ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇത് ആദ്യത്തെ 3 ദിവസത്തെ ആളുകളുടെ സംസാരമല്ല, പിന്നെ അടുത്ത 3 ദിവസം, പിന്നെ അടുത്ത 3 ദിവസം വേറെ പോലെ സംസാരം, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അത് ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കുക, ഇഫ് ഇറ്റ്സ് ടു മച്ച് ഫോർ യു കുറച്ച് മാറിയിരിക്കുക. പിന്നെ എൻ്റേതായിട്ടുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം ടൈം കുറയ്ക്കുക. ഇപ്പം എനിക്ക് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം യൂസ് റെസ്ട്രിക്റ്റഡ് ആയിപ്പോൾ ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഈ സാധനം ഓപ്പൺ ആവുള്ളൂ. ആൻഡ് 15 മിനിറ്റേ മൊത്തം ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ടൈം ലിമിറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇരുന്ന് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. അത് മാത്രമല്ല അതൊരു കുഴിയാണ്. അതൊക്കെ വായിച്ചു തുടങ്ങി അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സ്വയം ഒരു സെൽഫ് കെയർ എന്നുള്ള പരിപാടി ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ഇഗ്നോർ ചെയ്ത് മാറിയിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ തിരിച്ച് ബഹളം വെച്ചുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു കാര്യം. അപ്പം അത് ആദ്യം അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യം നോക്കി മാറിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.